അതിൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കലും വിശ്വാസവും തമ്മിൽ അത്രയ്ക്കും ശക്തമായ ബന്ധമുള്ളൊരു വിഷയമാണെന്ന്. അങ്ങനെ വരുമ്പോൾ ഇതൊരു വളരെ ഗൗരവമേറിയൊരു വിഷയമാണല്ലോ. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്രയധികം സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ എന്നൊരു ചർച്ച പോലും പൊതുസമൂഹത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന ആളുകൾ ഉള്ള ഈ അവസരത്തിൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ വിഷയം തന്നെയല്ലേ? തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തും അവിടത്തോടുള്ള ഈമാനും വളരെ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. മഹബ്ബത്ത് ഇല്ലാത്തൊരു മനസ്സിൽ ഒരിക്കലും ഈമാനുണ്ടാവില്ല. തീർച്ചയാണ്, എത്രത്തോളം മഹബ്ബത്ത് ശക്തമാണോ അതിൻ്റെ അർത്ഥം അവൻ്റെ ഈമാൻ അത്രയും ശക്തമാണെന്ന് തന്നെയാണ്. മഹബ്ബത്തില്ലാത്ത മനസ്സിൽ ഒരിക്കലും ഈമാൻ ഉണ്ടാവില്ല. അത് പരിശുദ്ധ ഖുർആനും ഹദീസുകളൊക്കെ നമുക്ക് പരിശോധിച്ചാൽ ആ സൂചനകളും ആ അധ്യാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞല്ലോ, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അള്ളാഹുവിനുള്ള ഈമാൻ കൊണ്ട ആളുകൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് മഹബ്ബത്തുള്ള ആളുകളാണ്. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അപ്പോൾ ഈമാനും മഹബ്ബത്തും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് പഠിപ്പിച്ചത്. അതല്ലെങ്കിൽ ഈമാനുള്ള ആളുകൾ അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ട് അള്ളാഹു പറയുമ്പോൾ ആ ബന്ധത്തെയാണല്ലോ അത് സൂചിപ്പിക്കുന്നത്. എത്രത്തോളം അത് ബന്ധപ്പെട്ട് കിടക്കുന്നു, എത്രത്തോളം അത് ശക്തമാണോ അത്രയും ഈമാനുണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വന്നാസി അജ്മഈൻ. ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അഹബ്ബ് ആവണം. ലാ യുമിനു അഹദുക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഈമാനിന് കമാലില്ല എന്നാണ് ഉലമാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈമാനിന് പരിപൂർണത സാധ്യമല്ല ഞാൻ അഹബ്ബാകുന്നത് വരെ. അപ്പോൾ അഹബ്ബിയത്ത്, ഏറ്റവും കൂടുതൽ മഹബ്ബത്ത് തങ്ങളോടുണ്ടായാൽ അത്രയും ഈമാനിന് കമാലുണ്ടാകും. എത്രത്തോളം അള്ളാഹുവിനോട് അശദ്ദു ഹുബ്ബൻ ആവണോ അത്രയും ഈമാൻ പരിപൂർണമാകും. എന്ന് വരുമ്പോൾ എത്രത്തോളം മഹബ്ബത്ത് കുറഞ്ഞു പോകുന്നു അത്രയും ഈമാൻ കുറഞ്ഞു വരും. അഥവാ മഹബ്ബത്ത് തീരെയില്ലാതെ വന്നാലോ അവിടെ ഈമാൻ ഉണ്ടാവില്ല. അത് വളരെ കൃത്യമാണ്. ധാരാളം ഇതുപോലെയുള്ള അഹാദീസുകൾ ആയാത്തുകൾ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. എത്രത്തോളം എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു തൻ്റെ ഈമാനിൻ്റെ മുമ്പുള്ള അവസ്ഥയും ഈമാൻ്റെ ശേഷമുള്ള അവസ്ഥയും ഒരിക്കൽ വിശദീകരിക്കുന്നത് നമുക്കറിയാം. ഈമാൻ്റെ മുമ്പ് ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വെറുപ്പ് കൊണ്ട് നടന്നയാളായിരുന്നു. ഈമാൻ കൊണ്ടതിൻ്റെ ശേഷമോ മഹാനായ അംർ ഇബ്നു ആസ് എന്നവർ പറയുന്നൊരു വർത്തമാനമുണ്ട്, വമാ കാന അഹദുൻ അഹബ്ബ ഇലയ്യ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ അജല്ല ഫി ഐനി മിൻഹു വമാ കുൻതു ഉതീഖു അൻ അംല ഐനി മിൻഹു ഇജ്ലാലൻ ലഹു. ഈമാനിൻ്റെ ശേഷം പിന്നെ എൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ കണ്ണിൽ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ ബഹുമാനമുള്ള ഒരാളില്ല. എൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് പോലെ ഒരാളോടും ഒരു വസ്തുവിനോടും എനിക്ക് മഹബ്ബത്തില്ല. എത്രത്തോളം തങ്ങളെ കണ്ണു നിറയൊന്ന് നോക്കാൻ പോലും ഞാൻ ധൈര്യപ്പെട്ടിരുന്നില്ല തങ്ങളോടുള്ള ബഹുമാനം കാരണം. അതാണ് ഈമാൻ ഇങ്ങോട്ട് അതിൻ്റെ ശക്തി പ്രാപിക്കുമ്പോൾ ഈ മഹബ്ബത്ത് അങ്ങനെ അവിടെ അത്രയും ശക്തിപ്പെട്ടു വരുന്നതിൻ്റെ അടയാളമാണ്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ കാരണം. അതൊക്കെ അറിയിക്കുന്നത് ആ മഹബ്ബത്തും ഈമാനും തമ്മിൽ അത്രയും അഭേദ്യമായ ബന്ധമാണ്. അത് നഷ്ടപ്പെട്ടാൽ ഒരിക്കലും പിന്നെ അവിടെ ഈമാൻ ഉണ്ടാവില്ല. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലാ യദ്ഖുലു ഖൽബ റജുലിൻ അൽ ഈമാനു ഹത്താ യുഹിബ്ബക്കും ലില്ലാഹി വലിറസൂലിഹി. അല്ലാഹുവാണ് സത്യം, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കും ഈമാൻ അങ്ങോട്ട് കടക്കില്ല അള്ളാഹ്ക്കും റസൂലിനും വേണ്ടി നിങ്ങളെ സ്നേഹിക്കുന്നത് വരെ. മഹബ്ബത്ത് അവിടെ അല്ലെങ്കിൽ ഈമാൻ പുറത്താണ്, അത് കടക്കില്ല എന്നാണ് പറഞ്ഞത്. അതൊക്കെ വലിയ സൂചനകളാണ്. അതുകൊണ്ട് അള്ളാഹിൻ്റെ റസൂലിനോടുള്ള ഈ മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അതൊരു കേവലം വാക്കുകളോ ചില വർത്തമാനങ്ങളിൽ ഒതുങ്ങേണ്ട അല്ലെങ്കിൽ അവ്യക്തതയിൽ നിർത്തേണ്ട ഒരു കാര്യമല്ല. അത് നിദാനമാണ്, അടിസ്ഥാനമാണ്, മാനദണ്ഡമാണ്. അതുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈമാനുണ്ട്, ഇല്ലെങ്കിൽ അവിടെ പരാജയം തന്നെയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ തന്നെ എല്ലാവരും വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയം തന്നെയാണത്. അതിൽ അവിടെ വേറൊരു സംഗതി, ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, ഈ ഈമാനിൻ്റെ അടിത്തറ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ശരിക്കും മുസ്ലിം കമ്മ്യൂണിറ്റിയോട്
ആരുടെയോ പ്രേരണയാൽ അല്ലെങ്കിൽ ആരുടെയൊക്കെയോ താല്പര്യത്താൽ ഇവിടെയുള്ള ബിദഈ കക്ഷികൾ ചെയ്യുന്ന വലിയൊരു ചതിയല്ലേ ശരിക്കും ഇത്. അതായത് അടിത്തറ മാന്തുക എന്നുള്ളതാണല്ലോ, നമ്മുടെ ബേസ്മെന്റ് പൊളിക്കുക എന്നുള്ളതാണല്ലോ ശരി. ഇതൊരു ചർച്ചയാക്കുക എന്നുള്ള വലിയ ഗൗരവമല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ ഇത്ര ഗൗരവം വേണോ എന്നൊരു ചർച്ച നടത്തുക എന്ന് പറഞ്ഞത് തന്നെ വലിയ ഗൗരവമല്ലേ. അപ്പോൾ ഈ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉസ്താദ് പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട അമർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പോൾ ഈ സുന്നികളുടെ സ്നേഹപ്രകടനങ്ങളും മറ്റുമൊക്കെ വലിയ ചർച്ചകളാക്കിയിട്ട് സമൂഹത്തിൻ്റെ ഇടയിൽ കൊണ്ടുവരുന്ന ആളുകൾ ഈ സ്വഹാബത്തിൻ്റെ സ്നേഹപ്രകടനങ്ങൾ, സ്നേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവരുടെ സംസാരങ്ങൾ, അവർ പറഞ്ഞ ചില കമൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ചൊക്കെ ഇതിനെ സംബന്ധിച്ച് ഇത്തരം ആളുകളപ്പോൾ എന്താ പറയുക. റസൂലുള്ളാഹി തങ്ങളോട് സ്നേഹത്തിൻ്റെ പേരിൽ നമ്മൾ ആക്ഷേപിക്കുന്ന ആളുകൾ ഇതിൻ്റെ 1000 ഇരട്ടി വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പ്രതിഫലിപ്പിച്ച സ്വഹാബത്തിനെ ഇവരെന്താ പറയുക. യഥാർത്ഥത്തിൽ സ്വഹാബത്തിനെ ഇവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ സ്വഹാബത്തിൻ്റെ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ, വർത്തമാനങ്ങൾ, ഇതിലൊക്കെ വലിയ പാഠങ്ങളുണ്ട്. ഈ മഹബത്തിനെ നിരുത്സാഹപ്പെടുത്തുകയോ അതിൽ വലിയ താല്പര്യം കാണിക്കാതെ അല്ലെങ്കിൽ നാവിൻ തുമ്പിൽ പ്രസംഗങ്ങളിൽ മാത്രം മഹബത്തിനെ ഒതുക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ സ്വഹാബത്തി പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് അവർ പറയാറില്ല, അതിനെ സംബന്ധിച്ച് അവർ സംസാരിക്കാറില്ല, അത് ജനങ്ങൾക്ക് അവർ കൈമാറി കൊടുക്കാറുമില്ല. കാരണം അതൊക്കെ അവരുടെ ഇത്തരത്തിലുള്ള ചില ലക്ഷ്യങ്ങൾ, ചില ഉദ്ദേശങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കും. അതുകൊണ്ട് അതൊക്കെ മൂടി വെക്കും, മറച്ചു വെക്കും. അതാണ് ചെയ്യാറുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഈ സംസാരത്തിൽ നിന്ന് മഹബത്തിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലായി. ഇനി ഇതിനോടനുബന്ധിച്ചൊരു ചോദ്യം, എങ്ങനെയാണ് ഈ മഹബത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേടിയെടുക്കാൻ സാധിക്കുക, അതിനുള്ള വഴികൾ എന്തൊക്കെയാണ്, ഒന്ന് വിശദീകരിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. മഹബത്തിൻ്റെ ആവശ്യകത, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ അതെങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും, അതിൻ്റെ വഴി എന്താണ് മഹബത്ത്, അത് മനസ്സിലാക്കുമ്പോൾ കാര്യങ്ങൾ നമുക്ക് കുറേ വ്യക്തമാവും. മഹബത്ത് എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവെ നാം മഹബത്ത് ചെയ്യുന്നു, ഹുബ്ബ് ചെയ്യുന്നുവെങ്കിൽ ആ വസ്തുവിൽ നാം മനസ്സിലാക്കുന്ന സവിശേഷതകൾ, അതിൻ്റെ പരിപൂർണതകൾ, അതിൻ്റെ മേന്മകൾ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നോ അതിനനുസരിച്ച് നഫ്സിന്, കൽബിന് അങ്ങോട്ട് ഉണ്ടാകുന്ന ഒരു ചായ്വ്, ഹുബ്ബ് ചെയ്യപ്പെടുന്ന വസ്തു അതിൻ്റെ നന്മകളും സവിശേഷതകളും മഹത്വങ്ങളും മനസ്സിലാക്കുന്നതിനനുസരിച്ച് അങ്ങോട്ട് നമുക്ക് ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു ചായ്വ്, താല്പര്യം, അടുപ്പം, ഇതൊക്കെയാണ് മഹബത്ത് എന്ന് പറഞ്ഞാൽ. ഇത് നമുക്കെങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും? അത് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ വളരെ വ്യക്തമായി ആ വഴി നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഉലമാക്കളൊക്കെയും പറഞ്ഞിട്ടുണ്ട്. ഇമാം ബൈഹഖി പറയാണ്, വഅസ്ലു ഹാദൽ ബാബി അൻ യഖിഫ അലാ മദാഇഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മഹാസിനി സാബിതത്തി ലഹു ഫീ നഫ്സിഹി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തുടരുകയാണ്. ഈ മഹബത്തിൻ്റെ അടിസ്ഥാന കവാടം, മഹബത്ത് ഇങ്ങോട്ട് കടക്കണമെങ്കിൽ ആ ബാബിലേക്ക്, ആ ഒരു അധ്യായത്തിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ അതിനുള്ള അടിസ്ഥാന കവാടം അൻ യഖിഫ അലാ മദാഇഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളെ മനസ്സിലാക്കലാണ്. നമ്മൾ മഹബത്ത് എന്താണെന്ന് നേരത്തെ പറഞ്ഞു വെച്ചു. അത് തന്നെയാണ് ഈ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം കമാലാത്തുകളും മദ്ഹുകളും നന്മകളും സവിശേഷതകളും അല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ല, ഒരു കുറവുകളും അവിടെ പറയാനില്ല. ആ തങ്ങളുടെ മദായിഹുകളും ഫളായിലുകളും വൈശിഷ്ട്യങ്ങളും അവിടുത്തെ മഹത്വങ്ങൾ മനസ്സിലാക്കുക. അത് എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നോ, ഒരാൾ അത് പഠിക്കുന്നോ ഉൾക്കൊള്ളുന്നോ അതിനനുസരിച്ച് അവൻ്റെ മനസ്സിൽ തങ്ങളോട് അടുപ്പമുണ്ടാകും, താല്പര്യമുണ്ടാകും, തങ്ങളോടുള്ള മനസ്സിൽ ഒരു ബഹുമാനമുണ്ടായിത്തീരും, ഹുബ്ബ് ഉണ്ടായിത്തീരും. അതാണ് അതിൻ്റെ അടിസ്ഥാന വഴി. വൽ മഹാസിനി സാബിത്തത്തി ലഹു ഫീ നഫ്സിഹി, തങ്ങളുടെ വ്യക്തിത്വത്തിൽ, തങ്ങളുടെ വ്യക്തിയിൽ ഉള്ളതായ മഹത്വങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ദീനിന് വേണ്ടി തങ്ങൾ ചെയ്തു വന്ന സേവനങ്ങളെ മനസ്സിലാക്കുക. ആ തങ്ങളിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ലഭിച്ച നിഅമത്തുകളെ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള മാർഗങ്ങൾ മനസ്സിലാക്കുമ്പോൾ തങ്ങളുമായി നമുക്ക് കൂടുതൽ അഭേദ്യമായ ബന്ധമുണ്ടാവുകയും അതിലൂടെ തങ്ങളെ നമുക്ക് മഹബത്ത് ചെയ്യാൻ സാധിക്കുകയും ആ മഹബത്തിൻ്റെ വഴി, അടിസ്ഥാന വഴി എന്ന് പറയും തങ്ങളുടെ മദ്ഹ് മനസ്സിലാക്കൽ തന്നെയാണ്. എന്നിട്ട് ഇമാം ബൈഹഖി തുടർന്ന് പറയാൻ,
ബയ്യന്ന ഫമൻ അഹാത ബിദാലിക വസലിമ അഖ്ലുഹു അലിമ അന്നഹു ലഹഖു ബിൽ മഹബ്ബത്തി. ഈ തങ്ങളുടെ മദാഹികളെ വിശദമായി ആഴത്തിലിറങ്ങി ഒരാൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ അവന് ബോധ്യം വരും ഏറ്റവും കൂടുതൽ സൃഷ്ടികളിൽ മഹബ്ബത്ത് ചെയ്യപ്പെടാൻ അർഹൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് അവർക്ക് ശരിക്കും ബോധ്യം വരും. അവിടെ പിന്നെ സംശയങ്ങളില്ല. എന്നിട്ട് ഇമാം ബൈഹഖി തുടർന്ന് പറയണം, വബയ്യന്ന മാ ജമഅ അല്ലാഹു ലഹു മിനൽ മഹാമിദി വൽ മഹാസിൻ അല്ലത്തി ഹിയ ദവാഇ ഇലാ മഹബ്ബതിഹി ومحبة اعتقاد مدائحه وفضائله والاعتراف له بها والولوع بذكرها وإكثار الصلاة عليه ولزوم طاعته. നാം വിശദീകരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാമിദുകൾ, അവിടുത്തെ മഹത്വങ്ങൾ, അവിടുത്തെ നന്മകൾ, മേന്മകൾ, സൽഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചത്. അവിടെ ഇമാം ബൈഹഖി വിശദമായിട്ട് അതൊക്കെ അവിടെ പറയുന്നുണ്ട്. ആ മദായിഹുകളും അവിടുത്തെ മഹാസിന് ഫളായിലുകൾ അതാണ് അദ്ദവാഇല മഹബ്ബത്തിഹി, തങ്ങളെ മഹബ്ബത്ത് ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. അടിവരയിടേണ്ട ഒരു വാക്കാണത്. ഈ മദായിഹുകളാണ് ഇത് മനസ്സിലാക്കുമ്പോഴാണ് തങ്ങളോടുള്ള മഹബ്ബത്ത് ഉണ്ടായിത്തീരുന്നത്. ഇതാണ് അതിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. വ മഹബ്ബത്ത് ഇഅ്തിഖാദി മദാഹി ഫളായിഹി, തങ്ങളുടെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ, നാം അതിൽ അംഗീകരിക്കുന്നതായി എന്നവരായിത്തീരാനും നമ്മെ ഇതൊക്കെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല വൽ ഇഅ്തിറാഫി ലഹു ബിഹാ, തങ്ങൾക്ക് അതൊക്കെ ഉള്ളതാണെന്ന് നമ്മൾ സമ്മതിക്കുകയും അതിനെ ധാരാളമായി അതിനെ വൽ വലൂഇ ബിദിക്രിഹ, അതിനെങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ അതൊക്കെ വഴി തങ്ങളോടുള്ള മഹബ്ബത്ത് നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയും. അതിലൂടെ തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരായിരിക്കും. തങ്ങൾ കൃത്യമായി യാതൊരു വീഴ്ചയുമില്ലാതെ തങ്ങളെ ഇത്തിബാ ചെയ്യുന്നവരും തഅത്ത് ചെയ്യുന്നവരുമായിരിക്കും. ഈമാൻ അത്രയും സുരക്ഷിതമായിരിക്കും. അങ്ങനെ തുടങ്ങി അതിൻ്റെതായ ഫലങ്ങളൊക്കെ ഇമാം ബൈഹഖി വിശദമായി പറയുന്നുണ്ട്. പറഞ്ഞതിൻ്റെ ചുരുക്കം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, അതിൻ്റെ അടിസ്ഥാന കവാടം ആ മദായിഹുകൾ മനസ്സിലാക്കലാണ്, അത് പഠിക്കലാണ്. ഇത് അടിസ്ഥാന കവാടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇതിനെ നിരാകരിക്കുന്നവർ, ഇത് പ്രവർത്തിക്കാത്ത ആളുകൾ, തങ്ങളുടെ മദ്ഹുകൾ പറയുന്നതിനെ താല്പര്യം കാണിക്കാത്ത ആളുകൾ, അതൊക്കെ കേൾക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്ന ആളുകൾ, അവർ അടിസ്ഥാന കവാടത്തെ അവഗണിച്ചിരിക്കുന്നു. എന്തിൻ്റെ? മഹബ്ബത്ത് വരാനുള്ള അടിസ്ഥാന കവാടത്തെ അവഗണിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ അവരെ മനസ്സിലേക്ക് അത് കടക്കൽ പ്രയാസമാണ്. അടിസ്ഥാന മാർഗം നിരാകരിച്ചിരിക്കുന്നു. പിന്നെ പിന്നെ അത് ഉള്ളിലേക്ക് കടക്കൽ പ്രയാസമാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോട് നമ്മൾ എത്രത്തോളം താഴത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതൊക്കെ നമുക്ക് വർദ്ധിപ്പിച്ച് കിട്ടും. അതൊക്കെ തങ്ങൾ എത്രത്തോളം നമ്മൾ സ്നേഹിക്കാനുള്ള മാർഗങ്ങൾ പലതും നമുക്കുണ്ട്. പക്ഷേ ഇത് അടിസ്ഥാനമാണ്. ഇതിനെ നിരാകരിച്ചു കഴിഞ്ഞാൽ, ഇതിൽ താല്പര്യമില്ലാതെയായി കഴിഞ്ഞാൽ അടിസ്ഥാന മാർഗം അവർ അവഗണിച്ചിരിക്കുന്നു. ഈ വസ്തുത ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദായിഹുകളും അവിടുത്തെ സവിശേഷതകൾ കുറേ അങ്ങോട്ട് പറഞ്ഞതിൻ്റെ ശേഷം അവിടുന്ന് പറയാൻ, മൻ റആഹു ബദാഹത്തൻ ഹാബഹു വമൻ ഖാലതഹു മഅരിഫത്തൻ അഹബ്ബഹു, തങ്ങളെ പെട്ടെന്ന് കണ്ടാൽ ആരൊന്ന് ഞെട്ടും. ആ ശരീരത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ എല്ലാവിധ സമ്പൂർണ്ണതകളും ഒരുമിച്ച് കൂടിയ ഗാംഭീര്യമുള്ള ആ പ്രകൃതി കാണുമ്പോൾ ആരൊന്ന് ഞെട്ടും. അതേ സ്ഥാനത്ത് വമൻ ഖാലതഹു മഅരിഫത്തൻ അഹബ്ബഹു, എത്രത്തോളം തങ്ങളെ അടുത്ത് ഇടപഴകി അറിയുന്നോ അത്രയും സ്നേഹിക്കും. അതൊരു പ്രയോഗമാണ്, അതൊരു വർത്തമാനമാണ്, അതിലെല്ലാമുണ്ട്. എത്രത്തോളം അടുത്ത് ഇടപഴകി മനസ്സിലാക്കുന്നതൊക്കെയും കമാലാത്തുകളാണ്, സവിശേഷതകളാണ്, മഹത്വങ്ങളാണ്, അവിടുത്തെ മദായിഹുകളാണ്. അവിടത്തേക്ക് യാതൊരു നഖസും കുറവും ഇല്ല. ആ മദായിഹുകൾ നമ്മൾ കൂടുതൽ അടുത്ത് മനസ്സിലാക്കും, അത്രയും മഹബ്ബത്ത് ഇങ്ങനെ കൂടും. അതിനനുസരിച്ച് ഇങ്ങനെ മഹബ്ബത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ വഴി, അതാണ് അതിൻ്റെ അടിസ്ഥാന മാർഗം. അത് അവഗണിക്കപ്പെടേണ്ടതല്ല. മഹബ്ബത്ത് ഇത്രയും ഗൗരവമുള്ള വിഷയമാണെങ്കിൽ അതിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഇതുമാണെങ്കിൽ നമ്മൾ ഈ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അനിവാര്യമാണ്. അതിനെ നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ടതല്ല. ആ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം. ഈ അടുത്ത കാലം വരെ അതിനൊക്കെ വിധിച്ചിരുന്ന ചില ആളുകളൊക്കെ അതൊക്കെ തിരുത്താൻ തുടങ്ങിയത് ഇത്തരത്തിലുള്ളതായ ചില തിരിച്ചറിവിൻ്റെ ഭാവമൊക്കെ തന്നെ ആയിരിക്കണം. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ.